KPM Pro ഗെയിമറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഇന്നപ്പം നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിലെ 6ാമത്തെ എപ്പിസോഡാണ്. അപ്പം നമുക്ക് നേരെ വേൾഡിൽ കയറിയിട്ട് വിളിക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ മൈനിങ്ങിനുള്ള സെറ്റപ്പിലാണ് പോകുന്നത്. ഈ മൈനിങ് എന്നൊക്കെ പറയുമ്പം നമുക്ക് മെയിനായിട്ട് വരുന്ന, ഞാൻ മൈനിങ്ങിന് പോകാൻ വേണ്ടി എന്തിനാന്ന് ചോദിച്ചാൽ ഡയമണ്ടിന് വേണ്ടിയാണ്. നമുക്കൊരു പെട്ടെന്നൊരു ഡയമണ്ട് ആർമറൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് അതായിരിക്കും. അപ്പം ഞാൻ തന്നെ മൈനിങ്ങിന് ആവശ്യപ്പെട്ട സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. ഓക്കെ, അപ്പം ഗൈസ് ഞാൻ മൈനിങ്ങിന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു കേവ് കണ്ടുപിടിക്കുന്നതാണ്. ഞാൻ ഓർക്കുന്ന കേവ് കണ്ടുപിടിക്കണോ അതോ നമ്മുടെ ഈ വീട്ടിലെ മൈനിങ് ചെയ്യണോ എന്നാണ്. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ നമ്മുടെ ഈ വീട്ടിലെ മൈനിങ് തന്നെ അങ്ങ് എടുക്കാമെന്നാണ് ഓർക്കുന്നത്. ഓക്കെ, അപ്പം ഇത് തന്നെയായിരിക്കും. അപ്പം ഇത് ഞാൻ ഒരു കേവ് വരെ ഒന്ന് ചെന്നിട്ട് ഞാൻ നിങ്ങളൊന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ ഗായ്സ് ഞാനാണെങ്കിൽ ഒരു കേവ് പോലെ കണ്ട് അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാകുന്നത് ഇത് ഞാൻ വന്ന കേവാണ്. ഇത് ഒരു ഓപ്പൺ കേവാണ് ഗായ്സ്. നോക്കാം. ഇനി നമുക്ക് ഇനി അടുത്ത കേവ് കാണുമ്പോൾ നിങ്ങളെ വിളിക്കാം. ഓക്കെ, അങ്ങനെ ഗായ്സ് ഞാൻ ബീച്ച് ദൂരം കൂടെ പോയപ്പം നമുക്കൊരു സ്ഥലം കിട്ടിയിട്ട്, നിങ്ങൾക്കിത് അറിയാമെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതാണ് സ്ഥലം. ഇതൊരു കേവിലോട്ടാണ്. അല്ലല്ല, അപ്പം ഇതാണ് സംഭവം. നിങ്ങൾക്കിത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇനി വീണ്ടും മൈനിങ് തുടരാം. ഓക്കെ, രണ്ടാമത്തെ വീണ്ടും ഈ സ്ഥലം കണ്ടുപിടിച്ചു. നമുക്കൊന്ന് കുളിച്ച് നോക്കാം. ഇത്രയും നേരമായി കിട്ടിയില്ല. നമുക്ക് കുറച്ച് വലിയ കേവ് കണ്ടുപിടിക്കാം. ഇനി എന്തായാലും കുറച്ചും കൂടെ ഒന്ന് നോക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് പിന്നെ എൻ്റെ സ്കിന്നെന്തോ പറ്റി. സ്കിന്നെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ ആർമർ ഇട്ടിട്ടും എൻ്റെ ഒന്നും കാണിക്കുന്നില്ല ആർമർ. അതെന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എന്നാലും ആട്ടെ. അപ്പം ഞാൻ അടുത്തൊരു കേവ് കണ്ടുപിടിക്കാൻ പറ്റുവാണ് നിങ്ങളെ ഞാൻ വിളിക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ ചുമ്മാ ഒന്ന് കേട്ടപ്പം ഞാൻ സൈഡിലോട്ടൊന്ന് മൈൻ ചെയ്താണ്. നമുക്കൊരു വലിയൊരു കേവ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് നിങ്ങളെ ബോറടിപ്പിക്കുന്നതിന് വരാം. പിന്നെ ഓർസും എല്ലാം കിട്ടുവാണ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളെ ഫസ്റ്റ് ഡയമണ്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും കണ്ടിട്ടൊന്നുമില്ല ഗായ്സ്. അപ്പം ഇവിടെ ഒരെണ്ണം, അപ്പം ഇവിടെയും ഒരെണ്ണമായിരിക്കാം. നമുക്കിവിടെ ഒരെണ്ണം. യെസ്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി അടുത്ത ഡയമണ്ട് കണ്ടുപിടിക്കുക അതോ ഇല്ലേ, കാത്തിരുന്ന് കാണുക. അങ്ങനെ ഗേൾസ് നമുക്ക് ആ ഡയമണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരെണ്ണേ
ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. ഓക്കെ, അടുത്ത ഡയമണ്ട് മൈൻ ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഇറക്കുന്ന മറന്നുപോയെന്ന് വീഡിയോ എടുക്കാൻ. അപ്പം നമ്മൾ കേവിന്ന് പറ്റുന്ന അത്ര എല്ലാ മൈനും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, എനിക്ക് ടോട്ടൽ 23 ഡയമണ്ട്സാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി എനിക്കൊരു ഒറ്റ ഡയമണ്ടും കൂടെ മതി എനിക്കൊരു ഫുൾ സെറ്റ് ആർമർ ഉണ്ടാവാൻ. ഇനി ഞാൻ എൻ്റെ ബേസിലോട്ട് എത്തിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. ഓക്കെ, അങ്ങനെ ഗേൾസ് നമ്മൾ ഇതിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഒറ്റൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നമുക്കിനി ഒറ്റൊരു ഡയമണ്ടും കൂടെ വേണം. പക്ഷെ ആ ഡയമണ്ട് എനിക്കിപ്പം കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം തൽക്കാലം നമുക്ക് ഈ ഡയമണ്ട്സും കൊണ്ട് നമുക്ക് ഫസ്റ്റ് ആർമർ ഉണ്ടാക്കാം. ആദ്യം ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു പാൻറ്, ഇനി ഒരു ഡയമണ്ടും കൂടെ മതി നമുക്ക് ഫുൾ സെറ്റ് ആർമർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നമുക്കിതങ്ങ് കളഞ്ഞേക്കാം. നമ്മളങ്ങനെ ഫുൾ സെറ്റ് അല്ല, ഒരു ഹാഫ് സെറ്റ് ഡയമണ്ട് ആർമറായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ ഒരു മോബ് ഫാർം ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്ന് മൈനിങ്ങിനൊക്കെ പോയി ഒരു ഡയമണ്ട് ആർമറൊക്കെ ഒപ്പിക്കാൻ ഓർത്തത്. അപ്പം അടുത്ത എപ്പിസോഡ് വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഇതൊക്കെ ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.